നമസ്കാരം. സ്വർണത്തിന്റെ വില കുത്തനെ കൂടുമ്പോൾ ആശങ്കയിലാണ് പലരും. എന്റെ പൊന്നെ, ഇതെന്തൊരു പോക്ക എന്നാണ് സ്വർണപ്രേമികൾ തലയിൽ കൈവച്ച് ചോദിക്കുന്നത്. എന്നാൽ ആശങ്ക കൂടുതൽ സ്വർണപ്രേമത്തിന് പേര് കേട്ട മലയാളികൾക്ക് തന്നെയാണ് എന്നതാണ് വാസ്തവം. മലയാളിക്ക് ആഘോഷങ്ങളൊക്കെ പൂർണ്ണമാകണമെങ്കിൽ പൊന്നിന്റെ മൊഞ്ചു കൂടി ഉണ്ടെങ്കിലേ പറ്റൂ എന്നാണ്. എന്നാൽ പൊന്നിങ്ങനെ തീപിടിച്ച വിലയുമായി കുതിച്ചു കയറുമ്പോൾ ആശ്വസിക്കാനും വഴിയുണ്ട് എന്നാണ് ആഭരണ വിൽപ്പനക്കാരുടെ ഉത്തരം. സ്വർണത്തിന്റെ കത്തിക്കയറലിൽ നെഞ്ചു കത്താതിരിക്കാൻ സ്വർണം പവന് 20,845 രൂപയ്ക്ക് കിട്ടും. സ്വർണത്തിന്റെ വിലക്കയറ്റം ആഭരണ വിപണിയെയും ബാധിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ സ്വർണത്തിനെ പടിക്ക് പുറത്തു നിർത്താൻ തുടങ്ങും മലയാളികൾ. അത് ആഭരണ വിപണന രംഗത്തുള്ളവർക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന സ്ഥിതിവിശേഷത്തിൽ വമ്പൻ നീക്കത്തിനൊരുങ്ങുകയാണ് ജ്വല്ലറികൾ. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങുന്നതും കാരണം കഴിഞ്ഞ 6 വർഷത്തിനിടെ സ്വർണവിലയിൽ 600% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ മുന്നേറ്റം തുടരുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത്. കേരളത്തിലടക്കം റെക്കോർഡ് വില വർധനവിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന് വില 91,720 രൂപയാണ്. ഗ്രാമിന് വില 11,465 രൂപയിലെത്തി. ഈ നിലയ്ക്ക് പോയാൽ 1 പവൻ ആഭരണം വാങ്ങണമെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് സാധാരണക്കാരുടെ ചോദ്യം. അതേസമയം സ്വർണ്ണ റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നതോടെ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ എത്തിക്കാൻ ജ്വല്ലറികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പരമ്പരാഗതമായ 24, 22 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പകരം പല കടകളും ഇപ്പോൾ 18 മുതലുള്ള ക്യാരറ്റ് ആഭരണങ്ങൾ കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ആവശ്യകത നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. വില ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ 5 ക്യാരറ്റ് ആഭരണങ്ങൾ വരെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില ജ്വല്ലറികൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കുറഞ്ഞ പരിശുദ്ധിയുള്ള സ്വർണത്തിന് ഹോൾമാർക്കിംഗ് നിർബന്ധമല്ലാത്തത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിനും വ്യതിചലനങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം നേടുന്നതിനും ഹോൾമാർക്കിംഗ് ഉപഭോക്താക്കളെ സഹായിക്കും. ആഭരണങ്ങൾ താങ്ങാനാവുന്നതാക്കാൻ ജ്വല്ലറികൾ പല വഴികളും പരീക്ഷിക്കുകയാണ്. കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണത്തിന് നിറത്തിൽ നേരിയ വ്യത്യാസവുമുണ്ട്. പക്ഷേ പലരും അത് ഉയർന്ന ഗ്രേഡ് സ്വർണം ഉപയോഗിച്ച് പൂശി കാഴ്ചയ്ക്ക് മാറ്റം വരുത്തുകയാണ്. വ്യാപാരികളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. 9 ക്യാരറ്റ് സ്വർണത്തിന് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അടുത്തിടെ ഉത്തരവിറക്കിയിരുന്നു. ഇത് ആവശ്യകത വർദ്ധിപ്പിക്കാനാണ്. പക്ഷെ പല ജില്ലകളിലും ഇപ്പോഴും ഹോൾമാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമല്ല. കൂടുതൽ ഹോൾമാർക്കിംഗ് സെന്ററുകൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കണം. ഇനിയും വില ഉയർന്നാൽ ജ്വല്ലറികൾ 5 ക്യാരറ്റ് സ്വർണം പോലും പരിഗണിക്കാനിടയുണ്ട് എന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ദേശീയ തലത്തിൽ ഏകദേശം 800 ജില്ലകളിൽ 373 എണ്ണം 2025 ഓഗസ്റ്റ് വരെ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നുണ്ട്. വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ചെറുകിട ജ്വല്ലറികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിലനിർത്താൻ വലിയ മൂലധനം ആവശ്യമാണെന്നും വ്യാപാരികൾ പറയുന്നു. നേരത്തെ 10 കിലോ സ്വർണത്തിൽ വ്യാപാരം ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ വലിയ പ്രവർത്തന മൂലധന പ്രശ്നങ്ങളാണ് നേരിടുന്നത്. വലിയ സ്ഥാപനങ്ങൾക്ക് ഈ ആഘാതം താങ്ങാൻ കഴിയും. പക്ഷേ ചെറുകിടക്കാർ അതിജീവിക്കാൻ പാടുപെടുകയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. അതേസമയം 5 ക്യാരറ്റ് സ്വർണം വിപണിയിലെത്തിയാൽ നിലവിലെ വില നിരക്കിൽ 1 പവൻ സ്വർണത്തിന് ഏകദേശം 20,845 രൂപയോളം മാത്രമേ വരികയുള്ളൂ. എന്നാൽ അത് വാങ്ങാൻ ആളുകൾ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. കാര്യം കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് സ്വർണം എന്നത് വെറും ആഭരണം മാത്രമല്ല, അതിനു പിന്നിൽ നിക്ഷേപ താല്പര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും ആഭരണം വാങ്ങാൻ ആളുകൾ മടിക്കാത്തത്. പരിശുദ്ധി കുറഞ്ഞ സ്വർണം വാങ്ങിയാൽ അതിന്മേൽ വായ്പ ലഭിക്കുന്നതടക്കം പ്രയാസമായിരിക്കും. 5 ക്യാരറ്റ് സ്വർണത്തിനും സർക്കാർ ഹോൾമാർക്കിംഗ് അനുവദിച്ചാൽ ഒരു പക്ഷേ ആഭരണ പ്രിയർ ചിലപ്പോൾ ഈ ക്യാരറ്റിൽ സ്വർണം വാങ്ങാൻ തയ്യാറായി.